ചാമ്പ്യൻസ് ട്രോഫി കൊടിയിറങ്ങി. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ചാമ്പ്യന്മാരായി. തീർച്ചയായിട്ടും ചാമ്പ്യന്മാരായി. അതെ, നമ്മള് മൈറ്റി ഇന്ത്യൻസ് ആയി എന്താണ് പറയാ അല്ലെ. ആസ്ട്രേലിയക്ക് മാത്രം ചാമ്പ്യന്മാരുടെ ചാമ്പ്യൻ. അതെ, ഒരു തോൽവി പോലും അറിയാതെ. അതിപ്പം അത് ഈ ടൂർണമെന്റ് അല്ല, ലാസ്റ്റ് കളിച്ച T20 വേൾഡ് കപ്പിലും തോറ്റിട്ടില്ല, ഈ ഇതിനകത്തും തോറ്റിട്ടില്ല. ഈ 2 ടൂർണമെന്റിലും ഒരു കളി പോലും തോക്കാണ്ട് കപ്പെടുത്തു. അത് രോഹിത് ശർമ്മയ്ക്ക് ഒരു റെക്കോർഡാണ് സത്യം. എനിക്കത് പണ്ട് കണ്ട് ഓസ്ട്രേലിയ എടുത്തിട്ടുണ്ട് 2 വേൾഡ് കപ്പ് ഒരു കളി തോക്കാണ്ട് എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പോണ്ടിങ്ങിന്റെ ഒക്കെ സമയത്തുള്ള മാത്യു ഹെയ്ഡൻ അവരുടെ കാലഘട്ടം, അവര് മാത്രമായ ഒരു കാലഘട്ടത്തായിരുന്നു. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇന്ത്യ ആർക്കും തോൽപ്പിക്കാൻ അന്ന് സ്വപ്നം കണ്ട നമുക്ക് അന്ന് വിചാരിച്ചു നമുക്ക് അതുകൊണ്ടൊക്കെ ടീം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചെങ്കിൽ. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് അവരുടെ കളി കാണുമ്പോൾ നമ്മൾ അതിന് ഇൻസ്പയർ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. അപ്പൊ അതിപ്പോ അതിനൊരു ബദലായിട്ട് ഇപ്പൊ ഈ ഒരു സംഭവം ഇന്ത്യ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനാ ചാൻസ്. ഇപ്പോൾ മറ്റുള്ള ടീമുകളുടെ ഒരു ഫോം വെച്ചിട്ട് വൈറ്റ് ബോളില് ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് സത്യത്തിൽ അതിന്റെ ഒരു പ്രധാന ഘടകം. ഇന്ത്യക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്, കുറെ പ്ലേയേഴ്സ്. പക്ഷേ ഞാൻ കാര്യം നമ്മുടെ ടോപ്പിക് അതല്ല, നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ നമ്മള് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടോസ് എന്നത്തെ പോണത് ശർമ്മയ്ക്ക് ടോസ് പോയി. 12ാമത്തെ ടോസ് അങ്ങനെ പറയാം. ടോസിലും റെക്കോർഡുണ്ടാണ്. അല്ല, ടോസ് വിൻ തോറ്റെങ്കിലും പോയെങ്കിലും പക്ഷെ എല്ലാ മാച്ചും ടോസ് കിട്ടുന്നത് വരുന്ന വലിയ കാര്യമുള്ള ടോസ് കിട്ടിയാലും ജയിക്കും. അത് ലാറയ്ക്കൊപ്പമാണ് റെക്കോർഡ് വന്നിരിക്കുന്നത്. 12 ടോസ് മിസ്സായിട്ടും നല്ല റെക്കോർഡല്ല. ജയിക്കുന്നുണ്ടല്ലോ, അത് മതി. മറ്റേ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമുള്ള ക്യാപ്റ്റൻ എന്നാ പറയുന്നത്. പക്ഷെ ടോസിൽ ഭാഗ്യമില്ലെങ്കിലും മാച്ചുകള് വിന്നിംഗ് പെർസെന്റേജ് മാച്ചിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയാനുള്ളത് ഫസ്റ്റിലെ രോഹിത് ശർമ്മയുടെ കളി തന്നെയാണ്. അതിനുമുമ്പ് നമ്മൾ സംസാരിക്കേണ്ടത് ടോസ് കിട്ടി, ടോസ് നമുക്ക് പോയി. പക്ഷെ ടോസ് കിട്ടിയ ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്തു. ആ ടോസ് പോയപ്പോ തന്നെ അവർക്ക് അത്രയ്ക്ക് അഡ്വാൻറ്റേജ് കിട്ടി. എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യയുടെ മറ്റേ ഹോം ഗ്രൗണ്ട് പോണക്കാണ്, അവർ കണ്ടിന്യൂസ് കളിക്കുന്ന ഗ്രൗണ്ടാണ്, അവർക്ക് ഹോട്ടൽസ് മാറണ്ട. അതിന്റെ കൂടെ ടോസ് കൂടെ ഇന്ത്യക്കായിരുന്നുണ്ടെങ്കിൽ കുറെ അധികം വിമർശനങ്ങൾ ഇവിടെ വേറെ വന്നേനെ. അതെ, അത് വിമർശനം വരുന്നതിന്റെ അല്ല. അപ്പൊ അത് ഇന്ന് ലാസ്റ്റ് ഇപ്പൊ ഇന്ത്യ അവിടെ കളിച്ച കളിയിൽ നമുക്ക് വ്യക്തമാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കില്ല. അങ്ങനെ ഒരു വിമർശനം പറയേണ്ട കാര്യമില്ല. ആണ് ലാസ്റ്റ് അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഫൈനല്. അതെ, അവസാനം നടന്ന കളി. അതെ, ഈ പക്ഷേ ന്യൂസിലാൻഡ് വേറെ ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഒരു വർഷത്തിന് ടൈറ്റ് ആവുമെന്ന് നിർബന്ധമില്ല. ഒരിക്കലല്ല, ഈസി ആയിട്ട് പോകും. അവരുടെ കഴിവിന്റെ മാക്സിമം വെച്ചിട്ട് ഈക്വൽ ടീമുകൾ എങ്ങനെ മത്സരിച്ചാൽ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ന്യൂസിലാൻഡ് ഒരു സ്റ്റെപ്പ് വെക്കും, അപ്പം വീണ്ടും ഇന്ത്യ താഴെ ഇറക്കും. പിന്നെ ഇന്ത്യ ഒരു സ്റ്റെപ്പ് വെക്കും, അവർ വീണ്ടും ചാട്ടിറക്കും. കളിയാണ് മാറി തിരിഞ്ഞിരുന്നു, അങ്ങോട്ടും കയറിയിരുന്നു ഇങ്ങോട്ടും കയറിയിരുന്നു മാച്ചുകൾ. അതെ, കളിയെ കുറിച്ച് പറയുവാണെങ്കിൽ ടോസ് ന്യൂസിലാൻഡിന് കിട്ടി. അവരാദ്യം ബാറ്റ് ചെയ്തു. അവരുടെ അപ്രോച്ച് എന്ന് തന്നെ ആദ്യത്തെ 10 ഓവറിൽ നമ്മള് കളി കണ്ടാണ് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തന്നെ വന്നയാ. ഒരു T20 ഫോർമാറ്റിൽ അങ്ങനെ കളിക്കുന്ന അതേ ഒരു 6 ഓവറിൽ അവര് 50 റണ്ണായി. 10 ഓവറിൽ 69 റണ്ണുണ്ട് അവർക്ക്. അതായിരുന്നു അവരുടെ സ്കീം, ഒരു അജണ്ട അതായിരുന്നു. അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഒരു 250 റൺ 290 റണ്ണെങ്കിലും അടുപ്പിച്ച് വെക്കാനാണ് അവർ പ്രതീക്ഷിച്ചത്. അവിടെയാണ് അവിടെയാണ് നമ്മൾ നമ്മളുടെ ക്യാപ്റ്റനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം. ബോളിംഗ് ചേഞ്ച്. പിന്നെ ബോളിംഗ് ചേഞ്ച് ഇതുവരെ ടൂർണമെന്റ് ഫോം അല്ലാത്ത കുൽദീപ് യാദവ് ഫസ്റ്റ് വന്നപ്പോ വരുൺ ചക്രവർത്തി വന്നു. ഫോമിലുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ മനുവേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മള് കുൽദീപിന് അവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് പെട്ടെന്ന് ആരും ചൂസ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയല്ല, നമ്മള് ആ സമയത്ത് സാധാരണ രോഹിത് ശർമ്മ ചേഞ്ച് ബോർഡർ കൊണ്ടുവരുന്നത് കാരണം ഇവർ രണ്ടൊരു സ്പിന്നേഴ്സ് ആണ്, ഫിംഗർ സ്പിന്നേഴ്സ് ആണ്. ഈ അക്സർ പട്ടേൽ ആയാലും വരുൺ ചക്രവർത്തി ആയാലും മറ്റേ ഇവന്ന് വെച്ചാൽ റിസ്പിന്നറാണ്. അപ്പം മറ്റേ 2 നാൾ റീഡ് ചെയ്യുന്നുണ്ട് ഇവര് രജിത് രവീന്ദ്രയും. അതുകൊണ്ട് പെട്ടെന്ന് രോഹിത് ശർമ്മ കുൽദീപിനെ എടുത്തു. അതിന്റെ റിസൾട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ കിട്ടി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബോളിലാവും ബോൾഡായി പോയി. ഒന്നും ചെയ്യാൻ അന്ന് എന്താ പറയാ, ജഡ്ജ് ചെയ്യാൻ പോലും പുള്ളിക്ക് പറ്റാൻ തോന്നുന്നുണ്ട്. രജിന്റെ 2 ചാൻസ് കിട്ടിയിരുന്നു. ഒന്ന് ഷമി മിസ് ചെയ്തു,
അതല്ലാതെ വേറെ ക്യാച്ച് രണ്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് അത് സ്റ്റാർട്ടിങ് ഉണ്ട്. ഫസ്റ്റ് തന്നെ 2 ക്യാച്ച് ഡ്രോപ്പ് കഴിഞ്ഞ കളിയിൽ 2 കളഞ്ഞു, ഈ കളിയിലും പക്ഷെ അത് നമ്മളുടെ സ്പിന്നേഴ്സിന്റെ മികവ് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് എന്തായാലും ഇന്ത്യയുടെ സ്പിന്നേഴ്സിനെ കാര്യമായി കളിക്കാം അല്ലെ കളിക്കണം എന്നുള്ള മൈൻഡോട് തന്നെയാണ് അവരെ സ്റ്റാർട്ട് നമ്മൾ കണ്ടപ്പോഴേ മനസ്സിലായത്. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു അവർക്ക് മിഡിൽ ഓർഡറിലാണ് റൺ ശരിക്കും റൺ അവരെ ഒഴുക്കാണ് പോയത്. അങ്ങനെയല്ല, അവർ ഓൾറെഡി എന്താ പറയുക സ്പിന്നേഴ്സിനെതിരെ നോക്കി കളിക്കാൻ തന്നെ അത് പേസ് ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്ത് അത് കവർ ചെയ്ത് വെച്ചോണ്ട്. പക്ഷെ നല്ലൊരു പാർട്ട്ഷിപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല ഒറ്റ ഇതിലും. എനിക്ക് തോന്നുന്നു ഒരു പാർട്ട്ഷിപ്പ് അവർക്ക് നല്ലായിരുന്നു. നല്ല പാർട്ട്ഷിപ്പ് 55 പാർട്ട്ഷിപ്പ് അവർക്ക് രണ്ടാമത്തെ വില്യംസൺ വിക്കറ്റ് ആകുമ്പോഴും അവർക്ക് സ്കോർ അവിടെ ഉണ്ട് 75-70 സംതിങ്. അവിടെയാണ് കുൽദീപ് ആ 2 വിക്കറ്റിൽ കളി മാറി. രജിൻ രവീന്ദ്രയും കുൽദീപ് മറ്റേ വില്യംസൺ നല്ല ഫോമിൽ കളിച്ചു വന്നയാ. ഫോം ഉണ്ട് പുള്ളിക്ക്, കളി കാണുമ്പോൾ നമുക്കറിയാം. പിന്നീട് അതെ പുള്ളിയുടെ 2 വിക്കറ്റുകൾ പോകുമ്പോൾ ഫസ്റ്റ് പവർ പ്ലേയിൽ അവർക്ക് വരുമ്പോൾ ഒരു 69 റൺ വരുന്നുണ്ട് ഫസ്റ്റ് പവർ പ്ലേ. സെക്കൻഡ് പവർ പ്ലേയിൽ 10 to 40 വരെ ഓവറിന്റെ ഇടയിൽ മിഡിൽ ഓവറിലുള്ള പവർ പ്ലേയിൽ അവർക്ക് റണ്ണില്ല. 105-106 റൺ എടുത്ത അവര് 30 ഓവറിൽ വരുന്നത്. അവിടെയാണ് അവരെ സ്കോറിംഗ് റേറ്റ് ഭയങ്കരമായിട്ട് താഴ്ന്നു പോയത്. അതായത് അതിനുശേഷം നമ്മൾ ഈ ഡാരൽ മിച്ചൽ വരുമ്പോഴും അവൻ പ്രഷറിലോട്ട് പോകുന്നത് തന്നെ ഈ ഇവരുടെ വിക്കറ്റുകൾ ഫസ്റ്റിലെ പോയതുകൊണ്ടാണ്. അതും ശരിയാണ്. പക്ഷേ സംഭവം വേറെ എന്ന് വെച്ചാല് പുള്ളി അവിടെ കളിച്ചു വന്നൊരു കളിയുണ്ട്. പുള്ളിക്കാരന് മനസ്സിലായി അവിടെ പുള്ളി കളിച്ചില്ലെങ്കിൽ പുള്ളിയുടെ ഏറ്റവും ലോസ് 90 ബോൾ അങ്ങോട്ട് 50 അടിച്ചിരിക്കുന്ന ആള്. പുള്ളിന്ന് അങ്ങനെ അത്ര കളി ആ സിറ്റുവേഷനിൽ അതേ പറ്റത്തുള്ളൂ. അതെ, അതാണ് നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നത്. നമുക്കുള്ള 4 സ്പിന്നർമാരുടെ മികവാണ് കാണിക്കുന്നത്. ആദ്യം പേസ് ബോളർമാർസ് അടികൊണ്ട് മറ്റേ രോഹിത് ശർമ്മ അത് മാറ്റി അവരെ മാറ്റിയിട്ട് ഫസ്റ്റ് ചേഞ്ച് ബോളർ വരണേ കൊണ്ടുവന്നു. പുള്ളി ഒരു മറ്റേ ഇത് ഔട്ട് ഒരു വിക്കറ്റ് പറിച്ചു, മെയിൻ വിക്കറ്റ് കിട്ടും. മറ്റേ അത് പിന്നെ കുൽദീപിനെ 2 മെയിൻ വിക്കറ്റ് അവർ പറിച്ചു. അപ്പൊ തന്നെ അവർ ഡിഫൻസീവിലായി ആണ്. പിന്നെ അവർക്ക് റണ്ണില്ല, സാഹചര്യമില്ല. കാര്യം വിക്കറ്റുകൾ പിന്നെ പോവാണെന്നുണ്ടെങ്കിൽ പക്ഷെ അവര് എന്നെ സംബന്ധിച്ചാൽ ഒത്തിരി ഓവർ ഡിഫൻസീവ് ആയോളൊക്കെ എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ എന്താ പറയാ ഒരു വല്ലാത്തൊരു രീതിയിലോട്ടായി പോയി കളി. ഒരു ടെസ്റ്റ് കളിക്കുന്ന രീതിയിലോട്ടൊക്കെ ഭയങ്കര ഡിഫൻസീവ് ആവേണ്ട കാര്യമില്ല. വിക്കറ്റ് പോയി ഓക്കെ. ഇന്ത്യക്ക് അവൻ ഇപ്പോഴത്തെ കളി കളിച്ചൊരു ഇതുകൊണ്ട് ഇന്ത്യയുടെ 3 വിക്കറ്റ് പോയി, 33 3 വിക്കറ്റ് പോയിട്ട് കോഹ്ലിയും മറ്റേ ശ്രേയസ് കളിച്ചൊരു കളിയുണ്ട്. അവരെ കളി കൊണ്ടുവന്നല്ലോ കറക്റ്റ് ബോൾ ടു ബോൾ റൺ വന്നു. ബൗണ്ടറീസ് പിന്നീട് നല്ലൊരു പാർട്ട്ഷിപ്പ് ഒട്ടും വന്നിട്ടില്ല. പിന്നെ വന്നു നോക്കിക്കോണാണ് മിച്ചിലും ഫിലിപ്സും തമ്മിൽ ഒരു പാർട്ട്ഷിപ്പ് ഉണ്ടായിരുന്നുണ്ട്. അതും ബ്രേക്ക് ചെയ്തത് പാർട്ട്ണർഷിപ്പ് അല്ല. അതും വേറൊരു പ്ലസ് പോയിന്റ് എന്താ പറയാ, അവിടുത്തെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഗ്ലെൻ ഫിലിപ്സിനെ പോലെ ഒരു ഹിറ്ററെ നേരത്തെ ഗ്രൗണ്ടിൽ ഇറക്കി ഇന്ത്യ. ലാസ്റ്റത്തെ 5 ഓവറിൽ പുള്ളി ഇറങ്ങുന്നുണ്ടെങ്കിലോ പക്ഷെ ഇപ്പോഴത്തെ പുള്ളി അങ്ങനെ അടിക്കാം. ഒരു മിസ്റ്റേക്ക് പറ്റി വിക്കറ്റ് പോയാൽ പിന്നെ ഇല്ല. അതുകൊണ്ട് പുള്ളി അത്രയ്ക്കും ഡിഫൻസീവായിട്ട് പുള്ളി കളിക്കും. അങ്ങനെ കളിക്കുമ്പോഴാണ് പുള്ളിയുടെ വിക്കറ്റ് പെട്ടെന്ന് കിട്ടാൻ. ഈ 250 റൺ പോലും നമുക്കാവില്ല. 4 ഡ്രോപ്പ് വന്നല്ലോ, 3 ക്യാച്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. മിസ്റ്റേക്കുകൾ വന്നു. അതുകൊണ്ട് മാത്രം അത്രയും റൺ വന്നല്ലേ. 220-200 റൺ ആ റേഞ്ചിൽ സ്കോർ. ഒരു 42 ഓവർ ആകുമ്പോഴത്തേക്കും ഇവർക്ക് 170 റൺ കണ്ടേ ഉള്ളൂ. അതെ, പിന്നെ ബ്രേസ്വെൽ ഇന്നിങ്സ് പുള്ളി 50 അടിച്ചില്ലേ. പുള്ളിയുടെ കളിയിലാണ് ആക്ച്വലി അവർക്ക് 40 ഓവറിൽ 172 റണ്ണിൽ നിന്ന് അവര് പിന്നീടുള്ള 8 ഓവറിൽ നിന്നാണ് ബാക്കിയുള്ള 80 റണ്ണ് അവര് ലാസ്റ്റത്തെ 10 ഓവറിലാണ്ട് 70 സംതിങ് റൺ അത് തന്നെ നോക്കുമ്പോ നമ്മള് പെർ ഓവർ ഒരു 7 റണ്ണ് ഒക്കെ വരുന്നുണ്ട്. അത് ഫാസ്റ്റ് ബോളേഴ്സിനെ അടിച്ചിരിക്കുന്നത്. 10 ഓവർ കഴിഞ്ഞ പുള്ളി എറിഞ്ഞില്ലെന്നോ റണ്ണ് പുള്ളി കൊടുത്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യക്ക് രോഹിത് ശർമ്മ അതൊരു മിസ്റ്റേക്ക്. 2 ഓവർ ഈ 10 റണ്ണ് കുറഞ്ഞാണ്. എന്താണെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, പിന്നെയും ബാക്കി കളി ജയിച്ചേക്കുന്നത്. അതെ അതെ. പക്ഷേ സ്കോർ അത്യാവശ്യം പൊരുതാവുന്ന സ്കോർ തന്നെ ആയിരുന്നു അവർക്ക് ന്യൂസിലാൻഡ് സംബന്ധിച്ചോളം. അത് അവര് പൊരുതിയല്ലോ, അവര് നല്ല രീതിയിൽ പൊരുതി. കാര്യം ഇന്ത്യ എങ്ങനെ അവരെ കുരിക്കോ ആ രീതിയിൽ തന്നെയാണ് അവര് മുന്നോട്ട് പോയത്. ഇന്ത്യയുടെ സ്റ്റാർട്ടിങ് ഇന്ത്യക്ക് നമ്മള് അടുത്തത് വരുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗിലോട്ട് വരുമ്പോഴത്തേക്കും രോഹിത് ശർമ്മ, രോഹിത് ശർമ്മയുടെയും ഗില്ലിന്റെ ബാറ്റിംഗ് ഞാൻ കണ്ടോട്ട് ഈസി ആയിട്ട് ഇന്ത്യ കളി. അതായത് ഫസ്റ്റ് പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ മാന്യമായിട്ടുള്ള അതിന്റെ ഇടയിൽ ബോൾട്ടിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു പിറ്റേ തലേ ദിവസം. അവരെടുത്ത് തന്നെ 10 ഓവർ വരെ ഉള്ളില് രോഹിത് ശർമ്മ അവിടെ നിൽക്കുകയാണെങ്കിൽ
ആ കളിനെ കുറിച്ച് ന്യൂസിലൻഡ് പിന്നെ മറന്നു വയ്ക്കാൻ. ശരിക്കും അത് തന്നെ സംഭവിച്ചു. അതേപോലെ തന്നെ അതിന് അതേപോലെ തന്നെ സംഭവിച്ചു. ഈ രോഹിത് ശർമ്മയുടെ ഒരു ഫോമിലോട്ട് വരാത്തതിനെ കുറിച്ച് ഗംഭീറിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഗംഭീർ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ നോക്കുന്നത് റണ്ണ് വെച്ചിട്ടായിരിക്കും വിലയിരുത്തുന്നത്, പക്ഷെ നമ്മൾ നോക്കുന്നത് ഓപ്പണർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച്. ക്വിക്ക് റണ്ണുകൾ ഉണ്ടല്ലോ കുറച്ച്, പവർ പ്ലേക്ക് എടുക്കുന്ന ബാറ്റ്സ്മാൻ ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീം നോക്കുന്നത്. അത് ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു 18 ഓവർ വരെ കളി ഇന്ത്യയുടെ കയ്യില. സിമ്പിൾ ആയിട്ട് നമ്മൾ ജയിക്കുന്നത്. ന്യൂസിലാൻഡ് കളിയില്ല അങ്ങനെ അതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയാം, ഒരു നല്ല ക്യാച്ച് ഒരു കളി റിസൾട്ട് തന്നെ മൊത്തം അമ്മാതിരി ക്യാച്ച് ആയിപ്പോട്ടെ. ഇപ്പൊ പുള്ളിയെ കൊണ്ട് വലിയ ശല്യം പറഞ്ഞ ക്യാച്ച് എടുത്താൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. അത് എത്ര ഹൈറ്റിൽ എടുത്ത് പുള്ളി ഒരു പ്ലക്ക് ചെയ്തെടുക്കുന്നെങ്കിൽ പിടിച്ചങ്ങ് എടുക്കുക. ആ ടൈമിങ്ങിൽ അത് കിട്ടത്തുള്ളൂ. അത്ര ടൈമിങ്ങിൽ വേറെ ആരെ കൊണ്ടും പറ്റുമെന്ന് ഒരെണ്ണൊക്കെ നോക്കി. ഇതിപ്പോ എത്ര മൂന്നോ നാലാമത്തെ ടൂർണമെന്റിൽ തന്നെ ഇങ്ങനത്തെ ക്യാച്ച് മൂന്നാമത്തെ. ഓരോ കളിയിലും പുള്ളിക്കാരെ ബെസ്റ്റ് ക്യാച്ച്. ഇന്ത്യക്കെതിരെ 2 എണ്ണം, അതും വിരാട് കോഹ്ലിയുടെ ഗില്ലിന്റെ 2 വിക്കറ്റ്സ്. റിസ്വാനെതിരെ അന്ന് പാകിസ്ഥാൻ. അതും അതായത് ക്യാച്ച് ആണെന്ന് നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഈ സിനിമയിലൊക്കെ ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ കേബിൾ ഇട്ട് വരയ്ക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ കഴിഞ്ഞ ഫൈനലിലെ ക്യാച്ച് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. ജമ്പ് ചെയ്ത് കുറച്ചും കൂടെ റിസ്ക്. ഗില്ലിങ്ങനെ നിൽക്കാണ്, ഇത് പിടിച്ചോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്. അയാളെ കവർ ചെയ്താൽ ബൗണ്ടറിക്ക് പോണ സ്കോറാണ്. പക്ഷെ അവിടെ നിന്ന് കളിക്ക് കയറി പിടിച്ചു വന്നവര്. ഒരു വിക്കറ്റ് ഇന്ത്യ എത്ര 105 വിത്ത് ഒരു വിക്കറ്റ് ആയിരുന്നു. പെട്ടെന്ന് 106 2 വിക്കറ്റായി. അതിനകത്ത് ആരുടെ വിക്കറ്റാ പോയത്? ഗില്ലിന്റെയും വിരാട് കോഹ്ലി. പക്ഷെ ഈ 2 വിക്കറ്റുകൾ മാത്രം അവര് എറിഞ്ഞു, ബാക്കിയുള്ളതൊക്കെ നമ്മളെ അടിച്ചു. പക്ഷെ ഇത് ഈ 2 വിക്കറ്റുകൾ അവര് ശരിക്കും പ്ലാൻ ചെയ്തെടുത്ത വിക്കറ്റുകൾ രണ്ടും. ഒന്ന് ഈ ക്യാച്ച് എടുത്തതും അതല്ലാതെ ബ്രൈസല് അവന്റെ എൽബിയിൽ പിരിക്കിയതും, ഇത് രണ്ടും മെയിൻലി അവരെടുത്ത വിക്കറ്റുകളൊക്കെ സൂപ്പർ ആയിരുന്നു. ഈ 2 വിക്കറ്റും. മറ്റേതൊക്കെ നമ്മളെ മിസ്സായി പോയത്, നമ്മളെ തന്നെ കളിച്ചു പോയ മിസ്, അടിച്ച് ഔട്ട് ആവുന്നതൊക്കെ. ഹിറ്റ്മാന്റെ വിക്കറ്റ് ആയാലും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കൊടുത്താണ് വിക്കറ്റുകളൊക്കെ. മറ്റേ കളിയില് അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ ബ്രേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു. ഓരോ ഡ്രിങ്ക്സ് പോയി കഴിയുമ്പോൾ 2 വിക്കറ്റ് വെച്ച് പോവാ. അതായത് ആദ്യത്തെ ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന് ശേഷം ഇന്ത്യക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. കാര്യം കറക്റ്റ് ഇന്റർവെല്ലിൽ അവർക്ക് വിക്കറ്റുകൾ വരുന്നുണ്ട്, ഇന്ത്യയും പ്രഷറിലോട്ട് പോകുന്നു. അതാ പറഞ്ഞ ഈ കളി റിസൾട്ട് അപ്പ് ആൻഡ് ഡൗൺ, ആര് ജയിക്കുമെന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളാ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈക്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള 2 ടീമുകൾ കളിച്ചാൽ എങ്ങനെ ഇരിക്കും. അതിനകത്ത് നല്ലോണം കളിച്ചത് നമ്മുടെ ടീമാണ്. അതിലെ അയ്യറെ ശരിക്കും ഇന്നിങ്സ് ശരിക്കും ടേണിംഗ് പോയിന്റ് ആയത്. ആ ഒരു അയ്യറുണ്ടെന്ന് വെച്ചാൽ ഇത് ഫൈനൽ മാത്രമല്ല, കോൺസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ ഈ രവീന്ദ്ര കഴിഞ്ഞ 2ാമത്തെ റൺ സ്കോറാണ്. ഇന്ത്യയുടെ ടോപ്പ് സ്കോർ, ടൂർണമെന്റിന്റെ സെക്കൻഡ് റൺ സ്കോററുമാണ്. 246 റൺ അവരെടുത്ത 260. നല്ല കളിയാണ്. എല്ലാ കളിയിലും പുള്ളിയുടെ റോള് പുള്ളി ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ ഒരു നമ്മളിവിടെ ആവശ്യമാണ് അത്രയും ടൈമിലേക്ക് നിൽക്കേണ്ടതുള്ളത്. പിന്നെ അടുത്ത് പറയണമെങ്കിൽ അടുത്തൊരു പ്ലെയർ, ഇപ്പൊ ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഹീറോസ് ആണ്. എല്ലാവരും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് മൊത്തത്തിൽ. ടീം വർക്കിന്റെ വിജയമായിരുന്നു മൊത്തത്തിൽ. പിന്നെ എടുത്തു പറയണത് അധികം ആരും സംസാരിക്കാത്ത പ്ലെയറാ KL രാഹുൽ. അല്ലെ, എല്ലാരും കോഹ്ലിയെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാരെ കുറിച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇന്ത്യയുടെ അൺസങ് ഹീറോ ആണ് KL. കീപ്പിങ്ങില് വേണ്ടത്ര മികവ് പുലർത്തിയെന്ന് ഇല്ല. പക്ഷെ എൻഡില് ഇങ്ങനത്തെ ഒരു ബാറ്റ്സ്മാൻ അടി വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു 6ാമത്തെ KL രാഹുൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ സ്ട്രെങ്ത് എത്ര വലുതാണെന്ന് അറിയാം. 5 വിക്കറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് KL രാഹുൽ വരുത്തിയോ. അതൊന്നല്ല. എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നുന്നൊരു ബെസ്റ്റ് പ്ലെയർ KL രാഹുൽ. അൺസങ് ഹീറോ എന്ന് പറഞ്ഞാൽ പറയാം. അത് അതിന് ഏറ്റവും ഉദാഹരണം ഫൈനൽ തന്നെയാണ്. സെമി ഫൈനലിലും പുള്ളിയുടെ കളി നമ്മൾ കണ്ടു. ഇന്ത്യയുടെ ബാറ്റിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണ്. 7ാമതായിട്ട് KL രാഹുൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച്. മെയിനായിട്ടും നമ്മളടക്കമുള്ള ഇന്ത്യയുടെ എല്ലാ ആരാധകരും നമ്മളൊരു സമാധാനത്തോടു കൂടി ഇരിക്കുന്നത് തന്നെ അത് KL പണ്ട് ധോണിയൊക്കെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം അക്ഷർ പട്ടേൽ വരുമ്പോ കുഴപ്പമില്ല, അക്ഷറിന്റെ വിക്കറ്റ് പോയാലും പ്രശ്നമില്ല. അതിനുശേഷം പിന്നെ രോഹിത് ശർമ്മ പോകുന്നു, അല്ല കോഹ്ലി പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിഡിൽ ഓർഡർ കളിക്കുന്ന, അതിനുശേഷം വരുന്ന ആരാ, ശ്രേയസ് അയ്യർ പോയാൽ പോലും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത്
അവിടെ ഉണ്ട് രാഹുൽ അവിടെ ഉണ്ട്. രാഹുലുണ്ടല്ലോ എന്ന്. ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് അടക്കം ഏതൊരു പൊസിഷനിൽ ചൂസ് ചെയ്ത് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ വൺ അറിയിട്ടുണ്ട്, ഓപ്പണിംഗ് വിശ്വാസമാണ് പുള്ളി ഏത് പൊസിഷൻ വേണമെങ്കിലും അവൻ കളിക്കും. അത് വല്ലാത്തൊരു പുള്ളിയല്ലേ കഴിഞ്ഞ 2 കളിയിൽ കൊണ്ട് അല്ല കാണിച്ചോണ്ടില്ല. അതുകൊണ്ടൊരു പ്ലെയർ എനിക്ക് വേറെ ടീം ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു position ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ അടിക്കും വിക്കറ്റ് കീപ്പർ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എല്ലാവരും ഈ ടൂർണമെന്റ് കളിച്ച പ്ലെയർ. അതെ, കാര്യം അത്ര ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ബാറ്റിംഗ് സ്ട്രെങ്തും അറ്റാക്ക് ചെയ്യാൻ പറ്റും, നിന്ന് രണ്ടും പറ്റുന്ന ഒരു പ്ലെയർ. അതിന്റെ ഒരു ഗുണമാണ് സത്യം പറഞ്ഞാൽ കപ്പ് നമ്മുടെ ഇരിക്കുന്നത്. ശ്രേയസ് അയ്യറിന്റെ കളിയും KL രാഹുലിന്റെ കളിയും മിഡിൽ ഓർഡറിലെ ഈ ശക്തമായിരുന്നു. മിഡിൽ ഓർഡർ ജഡേജ ഒരു പ്ലെയർ വരുന്ന 8ാമതാണ്. രാഹുല്, ഹർദിക് പാണ്ഡ്യ, ജഡേജ ഇവര് 3 തവണ അവസാനം വരുന്ന 3 പ്ലേയേഴ്സ്. ജഡേജയ്ക്കൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല നമുക്കത്. അയ്യറും രാഹുലും കൂടെ കളി കൊണ്ടുവരും, കളി സെറ്റാക്കും. ലാസ്റ്റ് ഹർദിക് പാണ്ഡ്യ വന്നിട്ട് കുറച്ച് റൺ ഈസി ആക്കും, കളി ഈസി ആക്കും. അവര് ടൈറ്റ് ആയി കൊണ്ടുവന്ന സംഭവം പുള്ളി 2 വിക്സ് അടിക്കും, കളി ഈസി ആക്കും. എല്ലാവരും ഫിക്സ് അടിച്ചോളൂ, ഇറങ്ങിയവരൊക്കെ എല്ലാവരും 1-2 വെച്ച് എല്ലാ ഫിക്സ് ഉണ്ട് ഫൈനലില്. ഹർദിക് പാണ്ഡ്യയിലോട്ട് വരാം. ഹർദിക് പാണ്ഡ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശക്തനായ ഓൾറൗണ്ടർ. ഹർദിക് പാണ്ഡ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടം കുറെ പറയാനുണ്ട്. പുള്ളിയുടെ ഈ ഇന്ത്യൻ ടീമിന് ബാലൻസിനെ പുള്ളി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ 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 തീർച്ചയായിട്ടും. പുള്ളി ഒന്നാമത്തെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പിച്ച് അനുസരിച്ച് സ്കോർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു പേസ് ബോളറെ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ആ വരുന്ന രീതിയിലാണ് ആ ഘട്ടത്തിലാണ് ഹർദിക് പാണ്ഡ്യയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. പുള്ളി പേസ് ബോളർ ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത്. 4 സ്പിന്നേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുന്നത്. 4 സ്പിന്നേഴ്സ്, 2 സ്പിന്നേഴ്സും 2 ഓൾറൗണ്ടർമാരും. അല്ലെങ്കിൽ ഒരു പേസ് ബോളറെ ചൂസ് ചെയ്യുന്നതായിട്ട് വേണമല്ലോ. ഹർദിക് പാണ്ഡ്യ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടീം ബാലൻസ് ശരിക്കും ബാധിച്ചാണ്. ഹർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് അറ്റാക്ക് ഒരു രക്ഷയില്ല. കാര്യം ബോളർ ആയിക്കോട്ടെ ആരെറിഞ്ഞോട്ടെ പുള്ളി ഒരേ മൈൻഡ് സെറ്റിൽ ഒരേ ആറ്റിറ്റ്യൂഡ് കളിക്കുക. പുള്ളിയുടെ അഗ്രഷനും ആ ഒരു ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവര് എന്ത് പറയുന്ന ആള് നോക്കത്തില്ല, അയാളെ കളി കളിച്ചിരിക്കുന്നത്. സിക്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ റേഞ്ച് പവർഫുൾ സിക്സസ് ആണല്ല. അത് കാണുമ്പോൾ ബോളർമാരുടെ മനസ്സങ്ങ് മാറ്റും. ഇനി അടുത്ത ബോൾ കഴിഞ്ഞ കളി നമ്മൾ സെമി ഫൈനലിൽ കണ്ടു സാംബെ പിടിച്ച് 2 സിക്സ് അതിനുമ്പ് മറ്റവനും കൂടെ തുറന്നു രക്ഷയില്ല. ഇപ്പോഴും വന്നു മനോട്ടം പറഞ്ഞ പോലെ വരുന്നു, ഒരു 2 ബൗണ്ടറി അല്ലെങ്കിൽ 2 സിക്സ് അടിച്ച് കളി ഈസി ആക്കും. കളി ഈസി ആക്കിയിട്ട് സംഭവം അവരിങ്ങനെ പ്രഷർ പേര് കൊണ്ടുവരായിരിക്കും. മറ്റോ 24 36 റൺ കൊടുക്കാതെ 2 റൺ എടുത്തിട്ട് പരിപാടി തീർന്നു. ഓസ്ട്രേലിയ പുള്ളി കുറെ ഡോട്ടാക്കി, പക്ഷെ ആ ഡോട്ടാക്കിയ ബോൾ 2 സിക്സിൽ പുള്ളി കവർ ചെയ്യും, അതങ്ങ് പോകും. അപ്പൊ അവരുണ്ടാക്കിയ പ്രഷർ അങ്ങ് നമ്മുടെ കഴിഞ്ഞ ആക്ച്വലി ഫൈനൽ എന്ന് വെച്ചാൽ ആ ലാസ്റ്റത്തെ 10 ഓവർ വന്നപ്പോഴാണ് എനിക്കൊരു മനസ്സാവനം വന്നത്. 60 ബോളി 65 റൺ ഇത്രയും ഹർദിക് പാണ്ഡ്യ അകത്തിരിക്കുന്നുണ്ട്, ജഡേജ കളിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും കളി വരുമെന്ന് ഉറപ്പായി. ഇവന്റെയും പാർട്ട്ഷിപ്പ് ഉണ്ടല്ലോ, അയ്യരും പാർട്ട്ഷിപ്പിൽ കളി കയറി കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല നമുക്ക്. മിഡിൽ ഓർഡറിൽ പെട്ടെന്ന് വിക്കറ്റ് പോകുമ്പോൾ നമുക്ക് പേടി വരത്തുള്ളൂ. ആ ടൈമിൽ ഒരു പക്ഷേ അവരിലൊരാളെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആവത്തില്ല. എല്ലാവരും ഓരോ ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തു, മേജർ സ്കോറുകളൊന്നും ആയിട്ടില്ല. ടീം മൊത്തത്തിൽ കളിച്ചിട്ടാണ് സംഭവം. ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ഒരു കളിയിൽ അല്ലെങ്കിൽ മറ്റൊരു കളി ഇൻഡിവിജ്വലി വേറെ സംഭവം ബാറ്റിംഗില് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഉണ്ട്. രോഹിത് ശർമ്മയുടെ ആ അറ്റാക്കിംഗ് ബാറ്റിംഗ് ആണ് കളി ഈസി ആക്കി മാറ്റിയത്. അതാണ് ഈ ഗംഭീർ അന്ന് പറയുമ്പോ ഇപ്പൊ പലരും വിമർശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, യൂട്യൂബിലാവട്ടെ അല്ലെ പല മീഡിയാസിലും നമ്മൾ കാണുന്നുണ്ട് വിമർശിക്കുന്ന രോഹിത് ശർമ്മ ടഫായൊരു പിച്ചിലെ പോസിറ്റീവില് കണ്ടില്ല. അവൻ എടുത്ത റണ്ണും നമ്മളെ അവരുടെ ടോപ്പ് സ്കോറർ എടുത്ത റണ്ണുണ്ടോ ഏകദേശം 60 എടുത്ത് 90 ബോളാണ് 50 അടിച്ചത്. എന്നാൽ രോഹിത് ശർമ്മ അടിച്ചത് വെറും 44 ബോളിൽ കണ്ടിരുന്നോണ്ട് 50 കവർ ചെയ്തത്. ആ ഒരു ഡിഫറൻസ് ആണ് കാണുന്നത് 2 ടീമുകളും. അല്ലെങ്കിൽ ആ സ്കോർ ചെയ്യാനുള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് മറ്റുള്ള ബാറ്റ്സ്മാരിൽ ഒരു വിക്കറ്റ് കൊടുത്ത രീതിയിലൂടെ നമുക്ക് പെട്ടെന്ന് വിക്കറ്റ് കൊടുത്തത് ആവശ്യമില്ലാത്ത ഷോട്ടായിരുന്നു. ബോളർമാരുടെ ഇത് കളയാൻ വേണ്ടി എനിക്ക് തോന്നുന്നതായില്ല. അതിന് മുമ്പത്തെ 2 ഓവർ ഉണ്ടല്ലോ, കുറെ ഡോട്ട് ബോൾസ് ഇങ്ങനെ അടുപ്പിച്ച് വന്നു. ഒരു ഓവർ മീഡിയം വന്നു, പിന്നത്തെ അതിന് മുമ്പത്തെ ഓവറിലേക്ക് 5 റൺ മാത്രമേ കളിക്കുള്ളൂ. പുള്ളി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നത് രോഹിത് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് രീതി എങ്ങനെയാണ് ഇപ്പൊ എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമ്മള് കോച്ചിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലീഡറാണ്, ലീഡർഷിപ്പ് ആണ്, അത് ക്വാളിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത് പുള്ളിയെ കാണിച്ചു കൊടുക്കുക. അതെ, അത് തുടരെ വരുന്ന ബാറ്റ്സ്മാരെല്ലാം നമ്മൾ കാണുന്നു. ICC ടൂർണമെന്റിൽ ആകെ ഒരു മാച്ച് അങ്ങോട്ടാണ് തോറ്റിട്ടുള്ളത്, അതും നമ്മളെ ഫൈനലിലും ആയിട്ട് തോറ്റ കളി കഴിച്ചു. ബാക്കി എല്ലാ മാച്ചും ജയിച്ചു. ലാസ്റ്റ് 3 ടൂർണമെന്റ് ബാക്കി എല്ലാ മാച്ചും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് ആളെ കീഴില്, രോഹിത് ശർമ്മയുടെ കീഴില്.
ഒരു മാച്ച് പുള്ളി ഒരു അസാധ്യ ക്യാപ്റ്റൻസിയിൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലെയേഴ്സിനെ കറക്റ്റായിട്ട് ഒരു ഈഗോ ഇല്ലാത്ത രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നു. കളി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല, പുറത്തിരിക്കും. കപ്പടിച്ചതിന് ശേഷം കോഹ്ലിയും ശർമ്മയും കൂടി ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ ഉണ്ട്. എന്താ രസമല്ലേ കാണാൻ, ചെമ്പൊക്കെ എടുത്ത് ഡാൻസ് ചെയ്യാൻ പിള്ളേരെ കൂട്ടായിരുന്നു അവരെ സെലിബ്രേഷൻ. അതൊക്കെ അവരുടെ ഒരു കണക്ഷൻ, അവരുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതൊക്കെ. എന്തായാലും കപ്പടിച്ചല്ലോ, അത് വലിയൊരു സന്തോഷം നമുക്ക്. തുടർച്ചയായിട്ടുള്ള കപ്പ്, രണ്ടാമത്തെ കപ്പ്, തെറ്റിയില്ല. 60% സാധ്യത ഇന്ത്യക്ക് കൊടുക്കുമ്പോഴും ഫസ്റ്റ് വീഡിയോ തന്നെ പറയാം ഇന്ത്യ കപ്പെടുക്കും. നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ന്യൂസിലൻഡ് ആയിരിക്കും ഫൈനലെന്നും പറഞ്ഞിട്ടുണ്ട്. അതും തന്നെ വന്നു, ഇന്ത്യ കപ്പടിത്തു. അതന്നെ നമ്മള് പ്രോബബിലിറ്റി പറഞ്ഞത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ കപ്പടിച്ചതിൽ എല്ലാവരും പോലെ നമുക്ക് ഒരുപാട് സന്തോഷം. ഇന്ത്യക്കാരനായാലും നമ്മൾ അഭിമാനിക്കുന്നു. കഴിഞ്ഞ T20 വേൾഡ് കപ്പ്, അതുപോലെ അതിനുശേഷം ഇപ്പം 10 മാസം 2 വേൾഡ് കപ്പ്, അല്ല 10 മാസത്തിനുള്ളിൽ 2 ICC കപ്പ്. ആ 2023 നമ്മളാ കപ്പ് പറഞ്ഞ് പോയതിന്, അത് ആ ഒരു കപ്പ് പോയതിനു ശേഷം അടുപ്പിച്ച് അതിനെല്ലാം ചേർത്താൻ കൊടുത്തു. അതുപോലെ നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടു. അതായത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മ റിട്ടയർ ചെയ്യും അല്ലെങ്കിൽ അത് നമ്മളും വിചാരിച്ചു റിട്ടയർ പുള്ളിക്കൊരു കപ്പ് കിട്ടട്ടെ എന്നുള്ളൊരു ആശംസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ആശംസയൊക്കെ മടക്കി പോകും. 3 റിട്ടയർ ഇല്ല, ജഡേജ റിട്ടയർ ചെയ്യണ്ട, കോഹ്ലി റിട്ടയർ ഇല്ല. ഈ ഫോർമാറ്റിൽ കളിക്കുന്നുണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് പുള്ളി പറഞ്ഞല്ലോ. അല്ല, ഒരാള് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഇന്റർവ്യൂ, എന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കളിക്കില്ല എന്ന് തോന്നുന്നു, അന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നു. കൺഫ്യൂഷന്റെ ആവശ്യമില്ല, അത് പുള്ളി ഇന്റർവ്യൂ തീരാറായി, പുള്ളി എണീറ്റ് പോകാൻ റൂമേഴ്സും വേണ്ട, റിട്ടയർ ആവുന്നു. എന്തായാലും കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി കൊടുത്തിട്ടുണ്ട്. 2000 നമ്മളെ തോൽപ്പിച്ച് ന്യൂസിലൻഡ് കപ്പെടുത്തു, അവർക്ക് കൊടുത്തു. ലീഗിലും തോൽപ്പിച്ചു, അതിൽ അവർക്ക് കൊടുത്തു. സംഭവിക്കാറ് ലീഗിൽ തോറ്റാല് നോക്കൌട്ടിൽ വന്നിട്ട് അവരെ പണിയാറുള്ള. അതൊന്ന് 2023 ഓസ്ട്രേലിയ നമ്മളെ ലോകകപ്പിൽ തോൽപ്പിച്ചു, അവർക്കും കൊടുത്തു. അവരെ സെമിഫൈനൽ അവരടിച്ചിട്ടു. പിന്നെ 19 നമ്മളെ ചാമ്പ്യൻസ് ട്രോഫി, അല്ല 17 ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ നമ്മളടിച്ചു, അവരെയും കൊടുത്തു. എല്ലാവർക്കും ഉള്ള പകരം വീട്ടിലുണ്ട് ചാമ്പ്യൻസ് ട്രോഫി. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇന്ത്യയുടെ ഈ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ കാണുന്നത് വൺഡേയിലും 20 കാര്യം പറഞ്ഞ ടെസ്റ്റിന്റെ കാര്യമല്ല, അല്ലല്ല വൺഡേ മറിക്കാൻ ഇച്ചിരി പ്രയാസപ്പെടേണ്ടി വരും ഇനി. അതെ, ശക്തമായ എതിരാളികൾ വരട്ടെ, കളി കൊടുക്കട്ടെ, അത് തന്നെ അത് പറയാനുള്ളൂ, അല്ലാതെ എന്താ. അപ്പോൾ ഈ എപ്പിസോഡോട് കൂടി നമ്മളെ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ പുതിയ നല്ല നല്ല വിഷയങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരാം. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ ഇത് ഞങ്ങളൊരു പ്രാരംഭം, ഒരു പുതിയൊരു സംരംഭത്തിന് തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ പല മിസ്റ്റേക്ക് ഉണ്ടായിരുന്നിരിക്കാം, ഞങ്ങളുടെ ടങ് ട്വിസ്റ്റായാലും പല കാര്യങ്ങളായാലും അത് നിങ്ങൾ ക്ഷമിക്കുക, ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.